ഇന്ന് വളരെ അത്ഭുതകരമായ ഒരു അറിവാണ് നമ്മൾ പഠിക്കുന്നത്. 3 സമയങ്ങളിൽ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകളുടെ ആത്മാക്കൾ അവരുടെ ഖബറിലേക്ക് തിരിച്ചു വരുമത്രേ. മാത്രമല്ല, ആ ഖബറിൻ്റെ അടുത്തൂടെ നടന്നു പോകുന്നവർ, അവരെ സിയാറത്ത് ചെയ്യുന്നവരെ അവർ തിരിച്ചറിയും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ, ആ ഉമ്മാക്ക് നമ്മളിങ്ങനെ സലാം പറയുമ്പോൾ, പടച്ചോൻ എൻ്റെ മോനാണല്ലോ എനിക്ക് സലാം പറയുന്നത്. ആ ഉമ്മ സ്വന്തം മോൻ്റെ സലാം തിരിച്ചറിയുന്ന മനോഹരമായൊരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കേ. അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണോ? ഏതൊക്കെയാണ് ആ മൂന്ന് സന്ദർഭങ്ങൾ? ഈ 3 സന്ദർഭത്തിൽ നമ്മൾ സിയാറത്ത് ചെയ്താൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടവരതറിയും, അവരത് കണ്ട് സന്തോഷിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു പഠിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യവും കൂടെയുണ്ട്. പടച്ചറബ്ബവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മനോഹരമായ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത്. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ രാജാവാണ്. ഒരുപാട് നന്മകൾ കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സ്വലാത്തുകൾ നേരിട്ട് വീക്ഷിക്കുന്ന ദിവസമാണ്. അല്ലാഹുവേ, ഈ സദസ്സ് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. അപ്പം മരണപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഒരു മനുഷ്യൻ മരിച്ചാൽ നല്ലവനാണെങ്കിൽ അവന് പോവുക എങ്ങോട്ടാണ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അതില്ലേ? പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നല്ല മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇല്ലിയീനിലേക്കും, മോശം ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ സിജ്ജീനിലേക്കുമാണ് പോവുക. ഇല്ലിയീൻ അത് സ്വർഗീയ ലോകത്തെ ആത്മാക്കളുടെ കേന്ദ്രമാണ്. അതുപോലെ തന്നെ സിജ്ജീൻ എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ പാതാളത്തിലുള്ള ഏറ്റവും ദുഷിച്ചവരുടെ ആത്മാക്കളുടെ ലോകമാണ്. ഈ ഇല്ലിയീനിലുള്ള നല്ല മനുഷ്യന്മാരുടെ ആത്മാക്കൾക്ക് ഖബറുമായി ബന്ധമുണ്ടാവും, അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇതൊക്കെ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ? എന്നാൽ സിജ്ജീനിൽ പോയ മോശം ആത്മാക്കളാണെങ്കിൽ അവർ കെട്ടിയിടപ്പെട്ടവരാണ്, അവർ പുറത്തേക്ക് വരില്ല. ആ ആത്മാക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല. അതുപോലെ ആത്മാക്കളെക്കുറിച്ചുള്ള കുറേ തെറ്റിദ്ധാരണകളൊക്കെ നമ്മളന്ന് തീർത്തിരുന്നു. അതുപോലെ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ആ മരിച്ച മനുഷ്യൻ്റെ റൂമിൽ ലൈറ്റ് ഇട്ട് വെക്കും, അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ മൊന്തയിൽ വെള്ളം വെക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കറണ്ട് പാഴാക്കിയാൽ അള്ളാഹിൻ്റെ അടുക്കൽ അതിന് മറുപടി പറയേണ്ടി വരും. വെള്ളം അന്യായമായി അനാവശ്യമായി നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തരം പറയേണ്ടി വരും. ആത്മാവിന് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ കാല് കഴുകിയിട്ട് കയറണോ? അതുപോലെ വെളിച്ചം ഖബറിൻ്റെ അകത്ത് കിടക്കുന്ന ആത്മാവിന് നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഇനി റൂമിൽ ലൈറ്റ് ഇട്ട് കൊടുക്കണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ആത്മാക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ചില ഘട്ടങ്ങളിൽ അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നാണ്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഖബറിലേക്ക് ആത്മാക്കൾ എത്തുന്ന 3 നിമിഷങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ മരിച്ചുപോയ വാപ്പായും ഉമ്മായൊക്കെ ആ ഖബറാളിയുടെ അടുക്കൽ നമ്മൾ ചെന്ന് സലാം പറയുമ്പോൾ, അവരെ സിയാറത്ത് ചെയ്യുമ്പോൾ അവരിങ്ങനെ കാണുകയാണ്, പടച്ചോനെ എൻ്റെ മോൻ എന്നെ സിയാറത്ത് ചെയ്യാൻ വന്നല്ലോ അല്ലാ, എനിക്ക് സലാം പറഞ്ഞല്ലോ അല്ലാ. ഇങ്ങനെ മരിച്ചുപോയ വാപ്പായും ഉമ്മായും സന്തോഷിക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, അതെത്രമേൽ മനോഹരമാണ്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് ഒരുപാട് നന്മ ചെയ്യണം, അതിലേറെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നന്മ ചെയ്യണം. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും നമുക്കും അള്ളാഹു അവൻ്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായൊരു ഹദീസുണ്ട്, ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുഴുവൻ കർമ്മങ്ങളും മുറിഞ്ഞു, പിന്നെ അവന് കർമ്മം ചെയ്യാൻ പറ്റില്ല അല്ലേ? പിന്നെ അവനെന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ 3 കാര്യങ്ങൾ മാത്രം മുറിയില്ല എന്നാണ്. 3 കാര്യങ്ങളുടെ ഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഒന്ന് സ്വദഖത്തിൻ ജാരിയ, ജാരിയായ സ്വദഖ, അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കും. പള്ളിക്ക് കൊടുത്തവർ, മദ്രസക്ക് കൊടുത്തവർ, ഇൽമിൻ്റെ സ്ഥാപനങ്ങൾക്ക് കൊടുത്തവർ, അതുപോലെ തന്നെ മുതഅല്ലിമുകളെ സഹായിച്ചവർ, അവരൊക്കെ ആ ഒരു നന്മയിൽ പ്രവർത്തിക്കുന്ന കാലത്തോളം, പള്ളി എത്ര നാളുണ്ടോ ആ കാലത്തോളം നമ്മുടെ ഖബറിലേക്ക് അതിങ്ങനെ നിരന്തരം അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ഖബറിലേക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ജാരിയായ സ്വദഖ ചെയ്തോ മനുഷ്യന്മാരെ, ചെയ്തു. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തേത് ഔ ഇൽമിൻ യുന്തഫഉ ബിഹി, അതായത് ഉപകാരമുള്ള ഇൽമ് അവൻ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൽമനുസരിച്ച് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, സ്വബാഹുൽ ഖൈർ നിങ്ങൾ ഷെയർ ചെയ്യാതെ പോകരുതേ.
നമ്മൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് കാരണം ഇതിപ്പോൾ ഷെയർ ചെയ്തിട്ട് എന്തിനാ, ഉസ്താദിൻ്റെ യൂട്യൂബ് ചാനലിൽ റീച്ച് ഉണ്ടാവും, അതായിരിക്കും നമ്മുടെ ചിന്ത. എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത അതല്ല കേട്ടോ. നിങ്ങളത് ഷെയർ ചെയ്യുമ്പോൾ ഒരാൾ ഇൽമു പഠിക്കാൻ, ഒരാൾ കൂടെ ഇൽമു പഠിക്കാൻ, ആ ഇൽമ് അയാൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയാൽ ഞാനും മരിക്കും, നിങ്ങളും മരിക്കും അല്ലേ. നമ്മൾ മരിച്ചു പോയാൽ ആ മനുഷ്യൻ ആ അമല് ചെയ്യുന്നിടത്തോളം നമുക്കതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളെന്തേ ചെയ്തിട്ടുള്ളൂ, സ്വഭാവ ഹൈർ ഷെയർ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ട് അല്ലേ. സ്വഭാവ ഹൈർ എന്നല്ല, ഏത് നന്മ നമ്മൾ കണ്ടാലും അത് ഷെയർ ചെയ്യുക. ഇൽമ്, നല്ല ഇൽമ് പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ പങ്കുവെക്കുക. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഖബറിൽ അതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തേതാണ് പ്രധാനം, ഔവലജിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, സ്വാലിഹായ ഒരു കുട്ടി, സ്വാലിഹായ കുഞ്ഞില്ലേ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു നൽകട്ടെ, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. യാ അല്ലാഹ്, എത്ര വലിയ വേദന അല്ലേ. കഴിഞ്ഞ ദിവസം പോലും ഒരു ഉമ്മ സങ്കടപ്പെട്ടേ ഉള്ളൂ, മോനെക്കുറിച്ച് പറഞ്ഞ് പൊട്ടിക്കരയാണ്, നെഞ്ചത്തടിച്ച് കരയാണ്. അല്ലാഹു മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ആ സ്വാലിഹായ കുഞ്ഞ് യദ്ഉ ലഹു, നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടും. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യണ മക്കളുണ്ടോ? അങ്ങനെ ഒരു കുട്ടി നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ കുഞ്ഞിൻ്റെ ദുആ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാഭാഗ്യമാണ് അങ്ങനത്തെ മക്കളെ കിട്ടലേ. പടച്ചോനെ, ഈ അർദ്ധരാത്രി ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, എൻ്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ല, എൻ്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല എന്ന് ദുആ ചെയ്യുന്നൊരു കുഞ്ഞിനെ കിട്ടലുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് കോടീശ്വരനാകുന്നതിനേക്കാൾ വലിയ പാടാണ്. കാരണം അങ്ങനെയുള്ളൊരു ലോകത്തെ നമ്മൾ ജീവിക്കണേ. എല്ലാം നമുക്കെതിരായി വരുമ്പോഴും ഒരു കുഞ്ഞിനെ സ്വാലിഹായി വളർത്താൻ നമുക്ക് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളാണ് ദ ലക്കിയസ്റ്റ് പേഴ്സൺസ്. നമ്മളാണ് ഏറ്റവും ലക്കിയായ ആളുകൾ, നമ്മളാണ് ഏറ്റവും മഹാഭാഗ്യവാന്മാർ. അല്ലാഹുവേ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അപ്പോൾ സിയാറത്തിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അതുപോലെ തന്നെ ഖബറിലുള്ള ആളുകൾക്ക് സലാം പറയാൻ, നമുക്ക് ഖബർ കാണുമ്പോൾ മരണത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ, ഇതിനൊക്കെ ധാരാളം പ്രോത്സാഹനമുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ മരിച്ചവരെയൊക്കെ നമ്മൾ മറന്നു വന്നേ. മരിച്ചവരെ മറന്നു പോവാ. അവർക്ക് സലാം പറഞ്ഞാൽ കൂലിയാണ്, അവരെ സിയാറത്ത് ചെയ്താൽ കൂലിയാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ കൂലിയാണ്. പക്ഷേ നമ്മുടെ വല്യുപ്പാടെ ഖബർ എവിടെയാന്ന് പോലും ഒന്നും മക്കൾക്ക് അറിയാൻ പാടില്ല. ഉമ്മാടെ ഖബർ അറിയാത്ത മക്കളുണ്ട്. ആദ്യത്തെ ആണ്ടിന് പോയതാ, പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഒരാണ്ടിനാണ് വരുന്നേ ഉമ്മാടെ ഖബർ. അന്ന് ഇവിടെ കണ്ടായിരുന്നു ഉസ്താദേ, സ്വന്തം ഉമ്മാടെ ഖബറേ. ആ ഉമ്മാടെ മനസ്സെത്ര വേദനിക്കണ്ടാവും മക്കളെ. ഒരു കാര്യം ഓർത്തോട്ടോ, ഇതുപോലെയാണ് നിങ്ങളുടെ ഉമ്മയോട് വാപ്പയോട് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഇത് കണ്ടുപഠിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആരാ? നിങ്ങളുടെ മക്കളാ. നിങ്ങളും മരിക്കും, ഖബറിൽ കിടക്കും, മക്കൾ വരും. ഞാനേ കുറേ നാൾ മുമ്പ് കണ്ടതായിരുന്നു വാപ്പാടെ ഖബർ. എവിടെയാണ്? അതായത് മരിച്ചു കഴിഞ്ഞാൽ ദുആ ചെയ്യാത്ത മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും നശിച്ചുപോയവരുടെ അടയാളല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പൊന്നുമക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നൊരവസ്ഥ അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം, 3 ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ആത്മാക്കൾ ഖബറിലേക്ക് മടങ്ങി വരും. അതായത് നമ്മൾ പറഞ്ഞു, നല്ല ആത്മാക്കളാണെങ്കിൽ എല്ലിയീനിലായിരിക്കും, മോശം ആത്മാക്കൾ സിജ്ജീനിലായിരിക്കും. സിജ്ജീനിലുള്ളവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. പക്ഷേ എല്ലിയീനിൽ പോയ നല്ല ആത്മാക്കളാണെങ്കിൽ അവർ തിരിച്ചു വരും. എവിടെ വരും? ഖബറിൽ വരും. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ കാണുന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ബാബു ഖസ്വാഇസ് യൗമിൽ ജുമുഅ ദിവസത്തിൻ്റെ പ്രത്യേകത പറയുന്ന ഒരു അധ്യായം ഉണ്ട്. അപ്പം തന്നെ മനസ്സിലായി ഒന്നാമത്തെ ദിവസം ഏതാ? വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നൽ മൗത തദ്നു അർവാഹും മിൻ ഖുബൂരിഹിം ഫി യൗമിൽ ജുമുഅ ഫയഅരിഫൂന ജുവാറഹും. യാ അല്ലാഹ്, വെള്ളിയാഴ്ച ദിവസം ഖബറാളികൾ മടങ്ങി വരും. നല്ലവരായ മുഅ്മിനീങ്ങളാണെങ്കിൽ അവർ ഖബറിലേക്ക് മടങ്ങി വരും. എന്നിട്ടോ അവർ സിയാറത്ത് ചെയ്യുന്നവരെ തിരിച്ചറിയും. വാപ്പായാണ് ഖബറിൽ കിടക്കുന്നത്, അതാ എൻ്റെ മോൻ, പടച്ചോൻ എൻ്റെ മോൻ എന്നെ സിയാറത്ത് ചെയ്യുന്നു, എനിക്ക് വേണ്ടി ഖുർആൻ ഓതുന്നു, എന്നോട് സലാം പറയുന്നു, എൻ്റെ പൊന്നു മോനെ നന്നാക്കണേ അല്ലാഹ്. ഖബറിൽ കിടന്നൊരു ഉപ്പ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ മഹാഭാഗ്യമാണെന്ന് സ്വന്തം മോനെക്കുറിച്ച് ഖബറിൽ കിടന്നൊരു വാപ്പ ചിന്തിച്ച് സന്തോഷിക്കുകയാണെങ്കിൽ ആ വാപ്പാടെ ആത്മാവ് എത്രത്തോളം സന്തോഷിക്കും. യാ അല്ലാഹ്. അതുപോലെ തന്നെ വമയ്യമുറൂബിഹിം, ആ ഖബറിൻ്റെ അടുത്തൂടെ നടന്നു പോണവരെ അവർ തിരിച്ചറിയും. മസ്റല്ല വയുസല്ലിമു അലൈഹിം, അവരോട് സലാം പറയുന്ന ആളുകളുണ്ട്, അവരെയും തിരിച്ചറിയും. ആര്? ഖബറാളികൾ. എപ്പോൾ? ഈ വെള്ളിയാഴ്ച ദിവസം ഖബറിലേക്ക് അവർ മടങ്ങി വരും. അവരിങ്ങനെ ആനന്ദം കൊള്ളുന്നതാണ്, ആനന്ദം കൊള്ളും. യാ അല്ലാഹ്. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്, പാപ്പാനും മനം സിയാറത്ത് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.
മറ്റൊരു ഹദീസിൽ നിന്ന് നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസം ബാപ്പയെയും ഉമ്മയെയും മാതാപിതാക്കളെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മകന് ലഭിക്കുന്നത് ഹജ്ജിൻ്റെ പ്രതിഫലമാണ്, പരിപൂർണമായ ഹജ്ജിൻ്റെ പ്രതിഫലമാണത്രേ. യാ അല്ലാഹ്, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സ്ത്രീകൾക്ക് സങ്കടം, നിങ്ങൾ വിഷമിക്കണ്ട. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്തില്ല, കറാഹത്താണ് ഇല്ലേ? എന്നാൽ മഹത്തുക്കളുടെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ നമ്മൾ സിയാറത്ത് ചെയ്യണം. അതുകൊണ്ടാണ് മഹാന്മാരെ സിയാറത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ സിയാറത്ത് ചെയ്തത് നമുക്ക് പ്രാമാണികമാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണ്? ഭർത്താക്കന്മാരെ, തൻ്റെ ആൺകുട്ടികളെ പറഞ്ഞു വിടുക, മോനെ വല്ലുപ്പാനെ സിയാറത്ത് ചെയ്യണം, മറക്കല്ലേടാ, കാക്ക ദേവാപ്സിനെ സിയാറത്ത് ചെയ്യണം, ഖബറിങ്ങ പോകണം, സലാം പറയണം, ഇന്ന് വെള്ളിയാഴ്ചയാണ്, മറക്കല്ലേ എന്ന് പറഞ്ഞു വിടുന്ന സഹോദരിമാരാകണം എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ദിവസം വെള്ളിയാഴ്ച എന്ന് മനസ്സിലായി. രണ്ടാമത്തെ ദിവസം ഏതാ? ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഖബറിലേക്ക് ആത്മാവ് തിരിച്ചു വരുമോ? ശനിയാഴ്ചക്ക് അങ്ങനെ ഒരു മഹത്വം ഉണ്ടോ? ഉണ്ട്. എവിടെ ഉണ്ട്? വദക്കറ ഇബ്നു അബിദ്ദുന്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു മഹാനെ കുറിച്ച് പറയുന്നത് കാണാം, അന്നഹു കാന യദ്ഹബു കുല്ല ഗദാത്തി സബ്ത്. സുബ്ഹാനല്ലാഹ്, എല്ലാ ശനിയാഴ്ചയും വളരെ അതിരാവിലെ ആ മഹാൻ ഇങ്ങനെ പള്ളിക്കാട്ടിലേക്ക് ചെല്ലും. ഫയഖിഫു അൽ ഖുബൂർ, ഖബറിൻ്റെ അടുക്കൽ നിൽക്കും. ഫയസല്ലിമു അലൈഹിം, ഖബറാളികൾക്ക് സലാം ചൊല്ലും. വയദുഉ ലഹും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. സുമ്മ യൻസരിഫു, പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരും. എല്ലാ ശനിയാഴ്ചയും അതിരാവിലെ പോകും, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പോകും. ചെന്നിട്ട് ഖബറാളികൾക്ക് സലാം പറയും, ഖബറിൻ്റെ അവിടെ ഇങ്ങനെ നിന്നിട്ട് സലാം പറയും, അവർക്ക് വേണ്ടി ദുആ ഇറക്കും, എന്നിട്ട് തിരിഞ്ഞു പോരും. അപ്പോൾ ഒരിക്കൽ ചോദിച്ചു, ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഈ ദിവസം ഒന്ന് മാറ്റി പിടിച്ചുകൂടെ? എല്ലാ ശനിയാഴ്ചയും, ഇടയ്ക്കൊക്കെ തിങ്കളാഴ്ച വന്നേ, തിങ്കളാഴ്ചക്ക് വലിയ മഹത്വമല്ലേ, അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ വന്നൂടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബലഗനി അന്നൽ മൗത യഅലമൂന ബിസുവാരിഹിം യൗമൽ ജുംഅ വയൗമൻ ഖബ്ലഹു വയൗമൻ ബഅദഹു. യാ അല്ലാഹ്, 3 ദിവസങ്ങൾ അദ്ദേഹം പറഞ്ഞു അല്ലേ? 3 ദിവസങ്ങളിൽ ഖബറാളികളെ ഖബറിലേക്ക് അതിൻ്റെ ആത്മാവിനെ മടക്കപ്പെടുകയും സിയാറത്ത് ചെയ്യുന്നവരെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുകയും ചെയ്യും. ഏതൊക്കെയാണ്? ഒന്ന് യൗമുൽ ജുമുഅ, ഒന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. മറ്റൊന്ന് വെള്ളിയാഴ്ചക്ക് മുൻപുള്ള ദിവസം വ്യാഴാഴ്ചയാണ്. മറ്റൊന്ന് വെള്ളിയാഴ്ചക്ക് ശേഷമുള്ള ദിവസം ശനിയാഴ്ചയാണ്. യാ അല്ലാഹ്, അപ്പോൾ വെള്ളി ശനി, അതായത് വ്യാഴം വെള്ളി ശനി, ഈ 3 ദിവസങ്ങൾ അല്ലേ? വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഖബറാളികളുടെ ആത്മാവിനെ ഖബറിലേക്ക് മടക്കപ്പെടുകയും അവർക്ക് സലാം പറയുന്നതും സിയാറത്ത് ചെയ്യുന്നതും അവർക്ക് കാണാൻ കഴിയുമെന്ന് ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. യാ അല്ലാഹ്, അപ്പോൾ എത്രമേൽ മഹത്തരമായ അവസരങ്ങളാണ്. മഹാരഥന്മാർ സുഫിയാൻ സൗരി റഹിമഹുല്ല അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം മുതൽ, അസുറിന് ശേഷം മുതൽ, അല്ലെങ്കിൽ വ്യാഴാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞു വെച്ച ചില മഹാന്മാരുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് വ്യാഴാഴ്ച, അതായത് വെള്ളിയാഴ്ച രാവ് മുതൽ വ്യാഴാഴ്ച മഗ്രിബോട് കൂടെ, അല്ലെങ്കിൽ വ്യാഴാഴ്ച അസറിന് ശേഷം മുതൽ എന്ന് പറഞ്ഞവരാണ് കൂടുതലും കാണുന്നത്. ഇപ്പോൾ വ്യാഴാഴ്ച അസർ മുതൽ ശനിയാഴ്ച സുബിഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ടൈമിൻ്റെ ഇടയിൽ സിയാറത്ത് ചെയ്താൽ നമ്മുടെ വാപ്പാനോടും ഉമ്മാനോടും നമുക്ക് സംസാരിക്കാം. അവർ നമ്മളെ കാണും, അവർ നമ്മളെ കേൾക്കും. നമ്മൾ സിയാറത്ത് ചെയ്യുന്നവരറിയും, അവർ സന്തോഷിക്കും. അവർ സലാം പറഞ്ഞാൽ അവരറിയും. യാ അല്ലാഹ്, എത്ര വലിയ മഹാഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ പണ്ട് കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്നല്ല, എന്നാലും പഴയതിൻ്റെ അത്ര ഒരു ആത്മീയ ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പള്ളിക്കാട് ഇങ്ങനെ നിറഞ്ഞിക്കും ബാപ്പാനും ഉമ്മാനെ സിയാറത്ത് ചെയ്യാൻ. മരണപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ സിയാറത്ത് ചെയ്യാൻ ആളുകളെ കൊണ്ടിങ്ങനെ പള്ളിക്കാട് നിറയും. ഇന്ന് കാണാൻ വളരെ കുറവാണ്, ആത്മീയത നഷ്ടപ്പെട്ടു പോയിട്ടാണ്. അപ്പോൾ സൂക്ഷ്മത പാലിക്കുക. അപ്പോൾ ഈ 3 ദിവസങ്ങൾ വ്യാഴം വെള്ളി ശനി, അതിൽ പ്രത്യേകമാക്കപ്പെട്ട സമയങ്ങൾ നമ്മൾ പറഞ്ഞു. സിയാറത്ത് ചെയ്യുന്നേ, നമ്മുടെ മാതാപിതാക്കളെ സന്തോഷിക്കട്ടെ. അവർക്ക് സന്തോഷിക്കാൻ അവസരം ഉണ്ടായാൽ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ അവസരം ഉണ്ടാകും. അപ്പോൾ ഈ ഇൽമ് ഉപകാരപ്പെട്ടില്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണ്? ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടുത്തെ ഖബറിൻ്റെ അടുക്കൽ വന്ന്, മഴയില്ലാത്തൊരു കാലഘട്ടത്തിൽ, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്, മഴയില്ലാത്ത സമയം, വല്ലാതെ വരൾച്ച ഏർപ്പെട്ടപ്പോൾ ഖബറിൻ്റെ അടുക്കൽ വന്ന് മഴ ചോദിച്ചൊരു സ്വഹാബിയുണ്ട്. യാ റസൂലല്ലാഹ്, മുത്തുനബിയെ, ഉമ്മത്ത് നശിച്ചിരിക്കുന്നു, മഴ തരണേ നബിയെ എന്ന് ചോദിച്ചൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ പേരെന്താണ്? മുത്തുനബി വഫാത്തായി ഖബറിൽ കിടക്കുമ്പോൾ വഫാത്തായ മുത്തുനബി തങ്ങളോട് മഴ ചോദിച്ച സ്വഹാബിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യാം. ഓക്കെ,
അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സമ്മാനമുണ്ട്. കമൻറ്റ് ചെയ്താൽ മാത്രം പോലെ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. മരണപ്പെട്ടാലും ഉപകരിക്കുന്ന രീതിയിലുള്ള ഇൽമാക്കി അള്ളാഹു അതിനെ മാറ്റി തീർക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവൻ ഈ വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. നിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ. അവിടുത്തെ മദദ് നൽകണേ അല്ലാ. അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടാൻ കാത്തിരിക്കുന്നവർ അള്ളാഹുവെ നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ആ മഹാഭാഗ്യം പരയാവർത്തി നൽകണേ അല്ലാ. യാ റബ്ബന, കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്, പാസ്പോർട്ട് വിസ സംബന്ധിയായ ബുദ്ധിമുട്ടുകൾ അറിയിച്ചവരുണ്ട്, ജയിലിൽ കിടക്കുന്നവരുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും പ്രയാസമുക്തമായ ജീവിതം നീ നൽകണയല്ല. പൊന്നുമക്കളെ നേർവഴിയിൽ നടത്തണയല്ല. യാ റബ്ബന, ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണയല്ല. ഞങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന മക്കളാക്കണയല്ല. യാ റബ്ബന, എത്ര രോഗികളാണ് മാറാ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ശിഫ നൽകണയല്ല. മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. പടച്ചവനെ, കടങ്ങൾ ഏറ്റെടുക്കണയല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ നൽകല്ലയല്ല. യാ റബ്ബന, ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ബറക്കത്ത് ചൊരിയണേ തമ്പുരാനെ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. യാ റബ്ബൽ ആലമീൻ, യാ റഹ്മാനു യാ റഹീം. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണയല്ല. മക്കളില്ലാതെ വേദനിക്കുന്നവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണയല്ല. പടച്ചവനെ, വിവാഹപ്രായമെത്തി ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട് ഉസ്താദെ, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞവർ തടസ്സങ്ങളൊക്കെ നീക്കി ഖൈറായ ഇണയെ നീ നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ഇണകൾ, സന്താനങ്ങൾ, യാ അല്ലാഹ്, ഖബറിൽ സന്തോഷം നൽകണയല്ല. ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കാൻ തൗഫീക്ക് നൽകണയല്ല. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കളാൽ സിയാറത്ത് ചെയ്യപ്പെടുന്നൊരവസ്ഥ നൽകണയല്ല. പെട്ടെന്ന് വിളിക്കല്ലയല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിലായി നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത്, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാഹു ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.